നമുക്ക് ചിന്തിക്കാനായി മറ്റൊരു കഥ പറയാം. ഒരു വ്യക്തി വളരെ മടിയനാണ്. അദ്ദേഹം അദ്ദേഹത്തിന് ഫുഡിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫാം കാണുന്നു. നിറയെ പഴങ്ങളുള്ള ഒരു ഫാം. ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി ആ ഫാമിലേക്ക് മെല്ലെ ഓടിച്ചെല്ലാണ്. ഫാമിലേക്ക് ഓടുമ്പോൾ ഫാമിൽ നിന്ന് അത് നോക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സെക്യൂരിറ്റി കാണുകയും സെക്യൂരിറ്റി ഒരു വടി കൊണ്ട് ഇദ്ദേഹത്തിനെ ഓടിക്കുകയും ചെയ്യും. അദ്ദേഹം ആ ഫാമിൽ നിന്ന് മാറി ഒരു കാട്ടിൽ ഇങ്ങനെ വിശ്രമിക്കും. അയ്യോ, ഇനി എങ്ങനെ എനിക്ക് ഫുഡ് കിട്ടും എന്ന് ആലോചിക്കുമ്പോൾ ഒരു കുറുക്കനെ അദ്ദേഹം കാണും. പക്ഷെ കുറുക്കന് 2 കാലുകളുമില്ല. അപ്പോൾ ഇദ്ദേഹം ആലോചിക്കും, ദൈവം എന്താല്ലേ, ഗോഡ് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവനിക്കിപ്പോൾ എങ്ങനെ ഫുഡ് കിട്ടുക എന്ന് ഞാൻ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് വലിയൊരു സിംഹം ഉണ്ട് ഇങ്ങനെ വരുന്നത്. സിംഹത്തിൻ്റെ വായിൽ ഇറച്ചിയുണ്ട് അല്ലേ, ഫ്ലഷുണ്ട് സിംഹത്തിൻ്റെ വായിൽ. അപ്പോൾ എല്ലാ മൃഗങ്ങളും ഓടും. അപ്പോൾ സിംഹം നേരെ വന്ന് ഈ കുറുക്കൻ്റെ അടുത്തേക്ക് ആ ഫ്ലഷ് ഇട്ട് കൊടുത്ത് സിംഹം അങ്ങ് പോവും. അപ്പോൾ ഇദ്ദേഹം മനസ്സിലാവും, യെസ്, ഗോഡ് ഹാസ് എ പ്ലാൻ. എല്ലാവർക്കും വേണ്ടിയിട്ട് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട് എന്ന് ഇദ്ദേഹം മനസ്സിലാവും. അങ്ങനെ അദ്ദേഹം ചെയ്യുന്നത് പിന്നീട് കാത്തിരിക്കുകയാണ്. നെക്സ്റ്റ് അപ്പുറത്ത് പോയിരുന്ന് അങ്ങനെ കാത്തിരിക്കുക, എനിക്കും ദൈവത്തിനടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവുന്നതാണ്. കാത്തിരിക്കും. ഏകദേശം ഒരു ദിവസം പരിപൂർണമായും കാത്തിരിക്കും. അപ്പോൾ അത് മുഴുവനാകുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ദാഹവും വിശപ്പും സങ്കടവും, എന്താണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഗോഡിന് എന്താ ഇങ്ങനെ എൻ്റെ കാര്യത്തിൽ മാത്രം തീരെ പരിഗണന ഇല്ലാത്തതെന്നൊക്കെ ചിന്തിച്ച് അദ്ദേഹം അവിടെ നിന്ന് എണീറ്റിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സേജിനെ കാണും അല്ലേ, ഒരു നല്ല തോട്ട്സൊക്കെ ഉള്ള ഒരു സേജിനെ കാണും. അപ്പോൾ അദ്ദേഹത്തിനോട് ഇയാൾ നടന്ന സംഭവങ്ങൾ മുഴുവൻ പറയും. എന്നിട്ട് പറയും, എനിക്ക് മാത്രം എന്താ ഒരു പരിഗണന ലഭിക്കാത്തത് ദൈവത്തിൻ്റെ അടുത്ത്. അപ്പം സേജ് എന്താ ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വെള്ളവും ഫുഡൊക്കെ കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കും, നോക്കൂ, നിങ്ങൾക്ക് പടച്ചവൻ 2 ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ മുമ്പിൽ കുറുക്കൻ്റെ ഒരു ചോയ്സുണ്ട്, സിംഹത്തിൻ്റെ ചോയ്സുണ്ട്. ദൈവം നിങ്ങൾക്ക് സിംഹത്തിൻ്റെ ചോയ്സാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയത് ഒരു കുറുക്കൻ്റെ ചോയ്സാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതാണ്. സോ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കണ്ണും മൂക്കും ചെവിയും നടക്കാനുള്ള കപ്പാസിറ്റികളും ബാക്കി എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടോ അതെല്ലാം നമ്മൾ മറ്റുള്ള ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ചിന്തകൾക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന തോട്ട്സ് നിങ്ങൾക്ക് റെഗുലറായി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്തോളൂ. ഓക്കെ, ദെൻ വി ക്യാൻ മീറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് ചിന്തിക്കാനുള്ള ഒരു മനസ്സ്, എൻ്റെ കൈകളും എൻ്റെ ശരീരവും എനിക്ക് നൽകുന്ന പണവും എല്ലാം ബാക്കി ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് കൂടിയാണ് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവട്ടെ. അങ്ങനെ സിംഹത്തെ പോലെ നിങ്ങളും വളരട്ടെ. സംസാരിക്കുന്നത് ഷാഫി കളത്തിങ്ങൽ. താങ്ക് യു സോ മച്ച്.